ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് വ്ളോഗ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നവരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഞാൻ ചെയ്യുന്നില്ല, കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നൊരു നൈറ്റ് വ്ളോഗ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ലെറ്റ് മീ ചെക്ക്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 7 മണിയാണ്. 7 മണി എന്ന് പറയുമ്പോൾ നോമ്പ് തുറന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. നിസ്കാര കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തറാവി കാര്യങ്ങളെല്ലാം നിസ്കരിക്കുക എല്ലാം ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം, അതായത് നമ്മളെ ഈ ഒരു എന്താ പറയണ്ടേ അള്ളായിട്ട് അടക്കുന്ന ഒരു കാര്യങ്ങളൊന്നും നമ്മളിതിൽ കാണിച്ച് പബ്ലിക്കായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കാണിച്ച് കഴിഞ്ഞാൽ പ്രഹസനം മറ്റേത് മറിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഞാൻ കുറേ വീഡിയോയിൽ കുറേ ആൾക്കാർ കാണിച്ചിട്ട് അങ്ങനെയെല്ലാം കമൻറ്റ് ഇട്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അധികം വീഡിയോ ഒരു ലെങ്തായിട്ട് എടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് കാണിക്കാത്തത് തന്നെയാണ്. അതും ശരിക്കും പറഞ്ഞാൽ കാണിക്കാം, വേണമെങ്കിൽ നല്ല കാണിക്കണം. പക്ഷെ എന്നാലും അത് കാണിച്ച് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരിലുണ്ട്. എന്ത് ചിലപ്പോൾ ഇങ്ങനെ പറയും തട്ടിടാണ്ട് നടക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇത് എന്താ കാര്യമോ അങ്ങനെ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരിലുണ്ട്. പക്ഷെ അത് നമ്മൾ ഓരോ പേഴ്സണലായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മൾ തട്ടിടാതെ നമുക്ക് കുറ്റം കിട്ടുമെങ്കിൽ അത് നമ്മളും അല്ലെങ്കിൽ തമ്മിലായിക്കോളും. അതിലിപ്പോൾ നിങ്ങളും കൂടി ഇൻക്ലൂഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് കൂടി വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു പോയിൻറ്റ്. അപ്പോൾ എന്താ പറയുക, അത് ഞാൻ അധികം അങ്ങനെയൊന്നും കാണിച്ചിട്ട് ഞാൻ വെറുപ്പിക്കൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയുക, ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു വിശേഷങ്ങൾ, ചെറിയൊരു വ്ളോഗ്. ഇതൊരു ചെറിയൊരു വ്ളോഗായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അധികമൊന്നും ഞാൻ ക്ലിപ്പിങ്സ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കൂടുതൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് അതന്നെയായിരിക്കും ഒരു വലിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുണ്ടാകുക. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ഇത് കാര്യങ്ങൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്, അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഓൾറെഡി ജലദോഷമെല്ലാം കോൾഡെല്ലാം പിടിച്ച് നല്ല സൈഡായിട്ടാണുള്ളത്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ ഇന്നലെ ഒരു മിനി വ്ളോഗ് ഇട്ട സമയത്ത് അത് ഓൾറെഡി അതിൻ്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അത്രയും സൈഡായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുകൊണ്ട് ചില ആൾക്കാർ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് വന്ന് നിന്നിന് അങ്ങനെല്ലാം വിചാരിച്ച് അങ്ങനെല്ലാം പറയൂലെങ്കിലും ചില ആൾ ഇത് മനസ്സിലിങ്ങനെ വിചാരിക്കെങ്കിലും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം വിചാരിക്കുന്ന അങ്ങനത്തുള്ള ഒരു തിങ്ക് ഓഫ് എന്താ പറയണ്ടേ തിങ്ക് ഓഫ് മൈൻഡുള്ള ആൾക്കാരെ ഞാൻ പറയുകയാണ് ഇപ്പോഴേ. ഓൾറെഡി ഈ ചത്ത ശവം പോലെയാണ് ഉള്ളത്, അസുഖം വന്നിട്ട് സൈഡായിട്ട് ഓൾറെഡി ചത്ത ശവം. അപ്പോൾ ഇങ്ങനെയെല്ലാം ഓൾറെഡി ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് വന്ന് മുന്നിൽ ക്യാമറയുടെ മുന്നിൽ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് നോക്കിയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ, നമുക്ക് ആ സംസാരത്തിലൊരു കോൺഫിഡൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ നമ്മളെ മുഖം കുറച്ചൊന്ന് ഉഷാറായിട്ട് കാണണം. നമുക്ക് അല്ലാണ്ട് ഇങ്ങനെ ചത്ത ശവം പോലെ വന്നത് നമുക്കേ സംസാരിക്കാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പിന്നെ നിൽക്കുന്നത്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെയല്ലോ കമൻറ്റ് ബോക്സിൽ എനിക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഭയങ്കര കുറവാണ്. കമൻറ്റൊന്നും ആരും ഇടലേ ഇല്ല അവരുടെ കാര്യം. അപ്പോൾ ഞാൻ പറയുകയാണ്, അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ചിന്തിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടാവും കമൻറ്റ് ഇടാണ്ട് ജസ്റ്റ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്ത ഉള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ആരെയും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. പക്ഷെ ആരെയും ബോധിപ്പിക്കുക അങ്ങനെയൊന്നല്ല, എൻ്റെ ഒരു സൈഡ് ഞാൻ പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതാണ്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് കാണുന്ന ആളായിരിക്കും നമ്മളെ കൂടുതൽ വീഡിയോസിൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരു ടൈപ്പ് ഓഫ് തിങ്ക് ഓഫ് വേ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരെയും വെറുപ്പിക്കാണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് അത്രയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ വേഗം അടുത്തയിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ നമുക്ക് വേഗം അടുത്തയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ആക്കാൻ പോകുന്നത് പറഞ്ഞോളൂ. കാണിക്കുന്നില്ല ഞാൻ, അമ്മ തട്ടൊന്നും ഇടാത്തോണ്ട് ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞോളൂ. ബീഫ് കറി ആൻഡ് ഗീ റൈസ്, പിന്നെ ചിക്കൻ ഫ്രൈ ആക്കണമെന്നുണ്ട്. അപ്പം ബീഫ് കറീൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി കാണിച്ചു കൊടുത്താലോ? ഇത് എൻ്റേതായിട്ടുള്ള രീതിയാണ്. ഇതെൻ്റേതായിട്ടുള്ള രീതിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊന്നും ഞാൻ അറിയില്ല. ഞാൻ എല്ലാ തരത്തിലും വെക്കും. ഒരേ ടൈപ്പ് ഒരിക്കലും ഞാൻ ഉണ്ടാക്കലില്ല. എന്തെങ്കിലും കറിയിൽ പുതുമ എൻ്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ ഉള്ളത് ആദ്യം മുതലുള്ളത് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ വെക്കും. ഇപ്പം ഞാൻ വെക്കുന്നത് സെപ്പറേറ്റ് എല്ലാ പൊടികളും ഇട്ടിട്ട് ബീഫിനെ കുക്കറിൽ വിസിലടിച്ച് വേവിപ്പിക്കുന്നു. എന്നിട്ട് മസാല സെപ്പറേറ്റ്, മസാല മീൻസ് ഉള്ളി തക്കാളി എല്ലാം വഴറ്റിയിട്ടുള്ള ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കും.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പി വേണം. അപ്പോൾ അതിന് തന്നെ ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീഫിൽ എന്താ ഉപ്പല്ല ഇട്ടത്, മുളക് പൊടി കൂടി ഞാൻ ഉമ്മ കുത്തി കൊടുത്താണ്. അപ്പം എൻ്റെ സൗണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ കേൾക്കുക. മൈക്കാര പിടിക്കുന്ന അവരെ സൗണ്ട് മാത്രം കേൾക്കുക. അതുകൊണ്ട് ഒരു മൈക്ക് കൂടി. അപ്പോൾ അടുത്തത് മഞ്ഞപ്പൊടി ഇട്ടല്ല. ഇതിലിടുന്ന പൊടികളുടെ പുറമെ ഇനി ഉള്ളി വഴറ്റും അതിലിടും. അതനുസരിച്ചിട്ട് ഇതിൽ ക്വാണ്ടിറ്റി കുറക്കും. അപ്പോൾ ഉപ്പിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി. നെക്സ്റ്റ് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടി എന്ന് പറയുന്നത് എൻ്റേതായിട്ടുള്ള ഒരു മല്ലി കടയിൽ നിന്ന് വാങ്ങുന്നത്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൊടിപ്പിച്ചെടുത്തതാണ്. സ്മെല്ല് അടിപൊളിയാണ്. എല്ലാ കൂട്ടുകൾ എന്തെല്ലാന്നുള്ളത് പിന്നെ ഏതെങ്കിലും ബ്ലോഗിൽ കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു 3/4 സ്പൂണ് ഇതിലിടുന്നു. ബാക്കി ഞാൻ ഉള്ളിയിലിടും. ഒരു 3/4 സ്പൂണ് എന്താ ഇനി പറയാ, മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടും ഒരു പൊടി വിനാഗിരി, അല്ലെങ്കിൽ ഉലുവ ഇടും. ഇവിടുത്തെ നല്ല മൂപ്പുള്ള ബീഫായതുകൊണ്ട് കുറച്ച് വിനാഗിരി, അതിലെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യും. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു കുട്ടൻസ് എന്താണ്? അത് ഏറ്റവും ഫുഡ് എന്ത് ഐറ്റംസ് ആയാലും നമ്മൾ കൈ വെച്ചിട്ട് കൈ നല്ല കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കൈ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനെ ഫിഷായാലും ബീഫായാലും ചിക്കനായാലും കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്ന ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഇതിൽ ആഡാക്കി കൊടുക്കുന്നുണ്ട്. വേറെ ഉള്ളി തക്കാളി ഒന്നുമില്ല. ഇതിനൊന്ന് ഒരു എത്ര വിസിലടിക്കണം? നല്ല മൂപ്പുള്ള ബീഫാണ് ഇവിടുത്തത്. അധികം നമ്മൾ ഒരു 6-7 വിസിലോളം വേണ്ടി വരും. 7 വിസിൽ. ഓക്കെ, 7 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. അത് രണ്ടുണ്ട്. ഇത് എന്താ പറയേണ്ടത്, നല്ല മൂപ്പുള്ളൊരു ബീഫാണ്. പിന്നെ നമ്മൾ ചെറിയ ബുഫല്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബീഫ് വാങ്ങലുണ്ട്. അത് അതിനൊരു 4-5 വിസിൽ മതിയാവും. ഇതിനെന്തായാലും 6-7 വിസിൽ വേണം. ഇതെല്ലാം ഇട്ടത് ഉള്ളിയും പച്ചമുളകും അല്ലേ? പച്ചമുളക് ഇട്ടിട്ട് ഓയിൽ വെച്ച് ഉള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് വേറെ ഇട്ടിട്ടില്ലല്ലോ. ഇട്ട് നല്ലോണം ഇതാ വാടാൻ വെച്ച് മൂടി അടച്ചിട്ട് വാടാൻ വെച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കുന്നുണ്ട്. ചിക്കൻ എന്തെങ്കിലും പൊരിക്കാനാണ് ക്ലീൻ ആക്കുന്ന? പൊരിക്കാൻ ചിക്കൻ പേസ്റ്റ് ഇടുന്നല്ലേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി നെയ്ച്ചോറ്. ലുക്ക് ഗൈസ്, അടിപൊളി നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഉമ്മാൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ അതൊരു ക്യാമറ ബ്ലിങ്ക്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അതിട്ട് നടക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബീഫ് കറീൻ്റെ റെസിപ്പി മാത്രം ഇതിൽ കാണിക്കുന്നു. പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ട് വാട്ടി ഇതിവിടെ കിടന്ന് ഒന്നും കൂടി ഒന്ന് വേകുന്നുണ്ട്. അതവിടെ സെറ്റാവട്ടെ. ഓണം വയന്ന് വന്നിട്ടുണ്ട്. വയന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും ഇടേണ്ട തക്കാളിയല്ല ഇടേണ്ട. അതിലേക്ക് തക്കാളി എത്ര തക്കാളി എടുത്ത? 3 തക്കാളി. ഉള്ളി എത്ര വരും? 2. വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ 1. ചെറുതാണെങ്കിൽ 3. ഇത് മസാലയിൽ ഓരോരുത്തർ ഇറച്ചിക്കനുസരിച്ച് എടുക്കുക. അങ്ങനെയാണ്. അപ്പം ഇതും നല്ലോണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അല്ലേ? ബീഫ് നല്ലോണം വന്നിട്ടുണ്ട്. 7 വിസിലല്ലേ അടിച്ച? 7 വിസിൽ നല്ലോണം വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ മസാല നല്ലോണം പിടിച്ചിട്ട് ഇങ്ങനെ വരണം. ഇപ്പം വെള്ളയില്ല, കറക്റ്റ് വെള്ളമായുണ്ടോ? ഇത് വെറും മറ്റേ ഇതെല്ലാം ഇട്ടിട്ടുള്ളൂ, മല്ലിപ്പൊടി മാത്രം. വെറും മല്ലിപ്പൊടി മാത്രം ഇതിലിട്ട്. മല്ലിപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി. ശരിയാ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടിയല്ല ഇടുന്നത്. മല്ലിപ്പൊടി എത്ര? 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചിട്ടുണ്ടല്ലോ, 1/2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മിക്സ് ചെയ്യുക. നല്ലോണം മിക്സാക്കി എടുക്കുക. ചൂട്
ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടത്തിൽ കണക്കുണ്ടോ എത്ര കപ്പ വേണ്ടുന്നല്ലേ? വേണ്ടുന്ന ഗ്രേവിക്ക് അനുസരിച്ചിട്ടായിരിക്കും അല്ലേ? ഇപ്പൊ ഇത്രയും ഒഴിക്കാം. ഇപ്പൊ ഇത്ര ഒഴിച്ചു കൊടുക്കും. ഇനി പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുരുമുളക് പൊടി ഇടുന്നല്ല. കുരുമുളക് പൊടി എത്ര സ്പൂണ്? ഒരു നിറച്ചും വേണ്ട, 3/4 സ്പൂണോളം. ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഗരം മസാല. മല്ലിയില് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പൊടിപ്പിക്കുക, അതുകൊണ്ട് കുറച്ച് ഇത് വേണ്ട. ഗരം മസാല അത് 1/4 ടീസ്പൂൺ അതിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് എത്ര സമയം വേവിച്ചെടുക്കണം? നമുക്ക് മനസ്സിലാവില്ല, ഉള്ളിയെല്ലാം ഇടിഞ്ഞ് ഒരു വെന്ത് വരുന്നവരല്ലേ? ആ വെന്തൊരു പാകമായി വരുന്നവരെ നല്ലോണം മൂടി വെച്ചിട്ട് വേവിക്കുക. ഡൺ. ഇവിടെ ഞാൻ വരുമ്പോഴത്തേക്ക് അതിൽ ബീഫെല്ലാം ഇട്ട്, അതുകൊണ്ട് അത് കണക്ക് കിട്ടിയില്ല ക്ലിപ്പ് എടുക്കാൻ. അപ്പം ഇതിലിപ്പം ബീഫ് ഇട്ടല്ലേ? ബീഫ് ഇട്ട് നേരത്തെ ആ വാട്ടി വെച്ച് അതന്നെ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത്, വേറെ ഒന്നും എക്സ്ട്രാ ഇട്ടില്ല. വെള്ളം ഇറച്ചിയിലുള്ള ചൂടുവെള്ളം ഇട്ട് കൊടുക്കും. അപ്പം ബീഫ് ഇട്ട് നല്ലോണം ഇപ്പം ഇതിന് കുറുകി വരണല്ലേ? ഇനി ഇത് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഒരു ചെറിയ ഉള്ളി തോന്നിക്കലുണ്ട്. ചെറിയ ഉള്ളി അത് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഇപ്പുറത്ത് ഇറച്ചി നല്ലോണം പൊരിച്ച് സെറ്റാകുന്നുണ്ട്. ഇറച്ചിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓയിലിട്ടിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടുക. അതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. നമ്മൾ ചട്ടിയെല്ലാം കാച്ചുന്ന ഒരു വേർഷൻ അല്ലേ? ഇതങ്ങനെ എല്ലാ ബീഫ് കറിയിലും ആക്കൂല, ഇത് ഞാനിങ്ങനെയും ചെയ്യും. ഉമ്മാൻ്റെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ടേസ്റ്റ് ഉണ്ടോ എന്നല്ലോ. ഇനിയോട് ഒരു സാധനം കൂടി ഇടും. ഇനി ഇടുന്നുണ്ടോ? സീക്രട്ടാ ഇടുമ്പം കണ്ടോ? മുളക് പൊടി അല്ലേ? ഇച്ചിരി മുളക് പൊടി, നമുക്ക് കളറ് വരാനാണ്. ഇച്ചിരി മുളക് പൊടി മാത്രം, വേറെ ഒന്നുമില്ലല്ലേ? അത് ഏറ്റവും സ്ലോ ആക്കണം. മുളക് പൊടി ഇടുമ്പോൾ സ്ലോ ആക്കണം അല്ലേ? ഫ്ലെയിം സ്ലോ ആക്കണം അല്ലേ? ടേസ്റ്റ് മാറും. കറക്റ്റല്ലേ? ഇനി അത് ആ ഒരു ചെയ്ത സാധനം നേരെ നമ്മളെ ബീഫിലേക്ക് തട്ടി കൊടുക്കുക. ബീഫ് കറിയിലേക്ക് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോ, ഇതുണ്ടോ, എരിവ് കൂടുതലാണ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക അല്ലേ? നമ്മളെ ബീഫ് കറി അങ്ങനെ സെറ്റായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ റെസിപ്പിയെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അവിടെ പോയിട്ട് നിന്നാൽ തന്നെ നല്ല രീതിക്ക് വേർത്ത് കുളിച്ചൊരു പണിയാവും. കൂടാതെ ഞാൻ എൻ്റെ ഷെൽഫ് ഈ ഒരു ഷെൽഫ് ഞാൻ നല്ല ക്ലീൻ ആക്കിയായിരുന്നു ഇപ്പോൾ ഇരുന്നിട്ട്. അതൊന്ന് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ഓൾറെഡി ഓഫീസ് പോകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് വാരി വലിച്ച് അങ്ങനെ ഇതായി കുറേ അതിൽ ഒഴിവാക്കാനെല്ലാം ഉണ്ടായി. അതിലൊന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു വകയായി. അമ്മാതിരി ചൂടാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കേരളത്തിൽ അമ്മാതിരി ചൂടാണ്. AC ഇല്ലാണ്ട് ഒട്ടും പറ്റൂല. പക്ഷേ എനിക്ക് മൂക്കിൻ്റെ ഈ സീനുള്ളതുകൊണ്ട് തന്നെ, കോൾഡിൻ്റെ സീനുള്ളതുകൊണ്ട് തന്നെ AC ഓവർ അങ്ങനെ പറ്റുകയില്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാനിപ്പോൾ AC ഇടും, ഈ ഒരു ഒന്ന് കൂളാൻ വേണ്ടിയിട്ട് AC ഇടും. പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങനെ വേർത്ത് കുളിച്ച് അങ്ങനെ പോയി നമുക്ക് കിടക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് വരണം. അവിടെ ഈ അടുത്ത സ്റ്റെപ്പ് ഒന്ന് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ രണ്ടാമത്തെ ഫ്രഷ് ആവലാണ് ഇതെൻ്റെ ഡെയിലി പണി. കാരണം അമ്മാതിരി ചൂട് ആയതുകൊണ്ട് ഫ്രഷ് ആവുന്നത് അതൊരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമായിട്ട് മാറി. കാരണം വേർത്ത് കഴിഞ്ഞാൽ അറിയാലോ, മേലിൽ ഒട്ടി പണിയാവും. അപ്പോൾ ഫ്രഷ് ആവാണ്ട് വേറെ രക്ഷയില്ല. അപ്പോൾ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറക്കം വരണമെങ്കിൽ തന്നെ കുളിച്ചൊന്ന് സെറ്റാവണം. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. ഫുഡ് പോയിട്ട് കഴിക്കണം. അതിന് മുന്നേ കുളിച്ചിട്ട് വേഗം വരാം. കുളിച്ചെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് ബോഡി ഒന്ന് വാഷ് ചെയ്തത്, തലയൊന്നും കഴുകിയിട്ടൊന്നുമില്ല. കാരണം തല എനിക്ക് കുളിക്കാൻ പറ്റൂല. ഞാൻ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അവിടെ തല കുളിക്കാൻ പറ്റൂല, രാത്രിയല്ലേ. അതുകൊണ്ട് തല കുളിച്ചിട്ടില്ല. ജസ്റ്റ് മേല് മാത്രം ഒന്ന് കഴുകി, അത്രയേ ഉള്ളൂ. ഇനി കുളിച്ച് ഫ്രഷായപ്പോൾ തന്നെ എന്തൊരു സമാധാനം, എന്തൊരു സുഖം, വല്ലാത്തൊരു ആശ്വാസം കിട്ടിപ്പോയത്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, നേരെ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. വിശന്ന് തുടങ്ങി. തണുപ്പ് പിടിച്ചുകൊണ്ടായതുകൊണ്ട് തന്നെ ഫേസർ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഈ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ പെരുന്നാൾ വ്ളോഗ്
വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പെരുന്നാൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ല വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് എന്തായാലും ഇടും. ഒരു ഷോർട്ട് വ്ളോഗോ അല്ല ഒരു മിനി വ്ളോഗോ ലോങ് വീഡിയോ ആയിട്ട് എന്തായാലും ഇടും. ഞാൻ മിക്കവാറും മിനി വ്ളോഗായിട്ടാണ് ഇടലുണ്ടാവുക. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ലോങ് വീഡിയോ എന്തായാലും എടുക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു. നമുക്ക് നേരെ ചോറ് വയ്ക്കാൻ പോകാം. വിശപ്പിൻ്റെ വിളി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. നല്ല ഉമ്മ ഉണ്ടാക്കി നല്ല ബീഫ് കറി, പിന്നെ തൈര്, പിന്നെ ചിക്കൻ പൊരിച്ചത്, അച്ചാർ, ഇതെല്ലാം കൂട്ടി നല്ലൊരു അടിക്കട്ടെ. അപ്പോൾ ഗൈസ് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഒരു രക്ഷയില്ലാത്ത അത്ര ടേസ്റ്റായിരുന്നു. എന്താ അറിയില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അങ്ങനെയാണ്. മാഷാ അല്ലാഹ്. ഞാൻ കണ്ണ് വെക്കുന്നില്ല, അധികം പറഞ്ഞ് ഞാൻ കണ്ണ് വെക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം ഫില്ലായി. അടിപൊളിയായി മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പം ഇനി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു നൈറ്റ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നേരം ഇരിക്കും. അപ്പോൾ ഡയറക്റ്റ് പോയിട്ട് കിടക്കുകയൊന്നുമില്ല. കുറച്ചൊന്ന് ഇരുന്ന് വെള്ളമെല്ലാം കുറച്ചൊന്ന് കുടിച്ച് ആ ഒരു ബോട്ടിൽ വെള്ളം ഫുൾ കംപ്ലീറ്റ് കുടിച്ച് തീർക്കണം. കാരണം നോമ്പല്ലേ അല്ലേ, നമ്മൾ വെള്ളം കുടിക്കുന്ന ഈ സമയം ഈ ഒരു സമയമാണല്ലോ. അപ്പോൾ മാക്സിമം വെള്ളമെല്ലാം കുടിച്ച് എല്ലാവരും നല്ല ഡീഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. വെയിലാണ്, നല്ല ഇതാണ്, എന്താ പറയുക, അത്രയും ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ബോഡി നല്ലോണം എല്ലാവരും ഹെൽത്തെല്ലാം നല്ലോണം ശ്രദ്ധിക്കുക, സെറ്റാവുക. അപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് പോയിട്ട് പിന്നെ കിടന്നുറങ്ങും. ബ്രഷെല്ലാം ചെയ്ത് കിടന്നുറങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അത് കുറച്ച് സ്കിൻ കെയർ എല്ലാം ഇങ്ങനെ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ നൈറ്റ് ക്രീമെല്ലാം ഇട്ടിട്ട്, അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഒരു സ്കിൻ കെയർ, അതായത് എന്തെങ്കിലും സ്കിൻ കെയർ റുട്ടീനെല്ലാം വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് മാത്രമായിട്ട് ഞാനൊരു ഷോർട്ട് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ഞാൻ ഇടുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോ എത്രത്തോളം കാണുന്നുണ്ട്, എത്രത്തോളം എൻ്റെ വീഡിയോസ് ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട് എൻ്റെ ഓരോ വാക്കുകളെന്ന്. അപ്പോൾ സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ റുട്ടീനെല്ലാം വേണമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചെയ്യുന്നൊരാളല്ല. ഇപ്പം ഞാൻ എന്താ പറയണ്ടേ, അസുഖം ആയതുകൊണ്ട് ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ മാക്സിമം എല്ലാ ദിവസവും അത് ചെയ്തിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. അത് ചെയ്തിട്ടില്ല എനിക്കൊരിതാണ്. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ അതെല്ലാം കാണുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരു മിനി വ്ളോഗായിട്ടൊരു ഷോർട്ട് വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. ഇതിലിപ്പം തൽക്കാലം ഞാൻ കാണുന്നില്ല. ഓൾറെഡി ചെറിയ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് വലിയ വ്ളോഗാണ്. എൻ്റെ സംസാരം തന്നെ ഒരു ലോഡുണ്ട്. അതിൻ്റെ ഇടയിൽ റെസിപ്പിയെല്ലാം കാണിച്ച് അങ്ങനെ വലിയൊരു വ്ളോഗായി. അതുകൊണ്ട് ഞാൻ അധികം എന്താ പറയണ്ട ലാഗ് അടുപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വ്ളോഗ് ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാൾ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്, മിനി വ്ളോഗല്ല, വ്ളോഗ്, ലോങ് വീഡിയോ. അത് വേണ്ടവർ കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. കമൻറ്റ് ബോക്സിന് എന്തോ പ്രശ്നമുണ്ടെന്ന് 2-3 ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അത് ചെക്ക് ചെയ്തിട്ടേ ഞാൻ ഇടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താ പ്രശ്നം നോക്കിയിട്ടേ ഞാൻ ഇടുള്ളൂ. അപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. അപ്പോൾ അതൊന്ന് ഞാൻ ചെക്ക് ചെയ്ത് നേടായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടാറ്റാ.